വളരെ സാധാരണക്കാരുടെ പാർട്ടി എന്നറിയപ്പെടുന്ന ഇടതുപക്ഷ പാർട്ടിയിൽ നിന്നും വളരെ വലിയ തോതിലുള്ള ഒഴുക്ക് കഴിഞ്ഞ കുറേ നാളുകളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ തന്നെയും തൊഴിലാളി യൂണിയനുകളിൽ നിന്ന് തന്നെയും നിരവധി പേരാണ് ഇടതുപക്ഷം വിട്ടുകൊണ്ട് BJPയിലേക്ക് ചേക്കേറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നതെന്ന് എടുത്തു പറയേണ്ടി വരും. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് CITU വിട്ടുകൊണ്ട് നിരവധി തൊഴിലാളികൾ ഇടതുപക്ഷം ബന്ധം പൂർണ്ണമായും ഉപേക്ഷിച്ചുകൊണ്ട് കുടുംബത്തോടെ BJP പാളയത്തിലേക്ക് എത്തി എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. വിശദമായി തന്നെ പറയുകയാണെങ്കിൽ CPM പ്രവർത്തകനും മുനമ്പം ഹാർബറിലെ CITU തൊഴിലാളിയുമായ ജോണും കുടുംബവും BJPയിൽ ചേർന്നിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ മറ്റു പല തൊഴിലാളി പ്രവർത്തകരും BJP പക്ഷത്തേക്ക് ചേർന്നിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് CITUവിൽ നിന്നും കുട്ടരാജി ഈ പറയുന്ന തോതിൽ പാവപ്പെട്ടവൻ്റെ പാർട്ടി, തൊഴിലാളികളുടെ പാർട്ടി എന്നറിയപ്പെടുന്ന ഇടതുപക്ഷം വിട്ടുകൊണ്ട് നിരവധി പേർ കുടുംബത്തോടെ ഇപ്പോൾ BJP പാളയത്തിലേക്ക് ചേർന്നിരിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് എടുത്തു പറയേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നിരവധി പേരാണ് ഇടതുപക്ഷം വിട്ടുകൊണ്ട്, അതായത് ഇടതുപക്ഷത്തിലെ പല പ്രസ്ഥാനങ്ങളും വിട്ടുകൊണ്ട് പലതരത്തിൽ ഇപ്പോൾ BJP പാളയത്തിലേക്ക് ചാടുന്നത്. CPMൽ നിന്നും അതോടൊപ്പം തന്നെ യുവാക്കൾ ഉൾപ്പെടെ DYFI SFIയിൽ നിന്നും ഒക്കെ തന്നെയും BJP പാളയത്തിലേക്ക് എത്തുന്നു. ഇപ്പോൾ CITUവിൽ നിന്ന് തന്നെയും നിരവധി പേരാണ് ഒറ്റയടിക്ക് BJPയിലേക്ക് എത്തുന്ന തരത്തിലോട്ട്, കുടുംബമടക്കം എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു തരത്തിലുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ കൊഴിഞ്ഞു പോക്കലുകളൊക്കെ തന്നെയും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ബാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചോദ്യമെന്ന് പറയുന്നത്. ഇത് ഏത് തരത്തിൽ ഇടതുപക്ഷം നേരിടുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യമെന്ന് പറയുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി നേരിടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ തീർച്ചയായിട്ടും ഈ കൊഴിഞ്ഞു പോക്കലുകളൊക്കെ തന്നെയും ആ ഒരു കൂട്ടത്തിൽ കൂട്ടാമെന്നുള്ളത് വളരെ വ്യക്തമായി പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കൊഴിഞ്ഞു പോക്കലുകളൊക്കെ തന്നെ ഏത് തരത്തിൽ നേരിടുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടൊരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ BJP സംബന്ധിച്ചിടത്തോളം ഈ ഒരു വരവൊക്കെ തന്നെയും, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൽ നിന്നുമുള്ള ഈ ഒരു വരവൊക്കെ തന്നെയും അത് BJP സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഗുണകരമാക്കി മാറ്റാനായിട്ട് അവർക്ക് സാധിക്കുമെന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല.